നേരെ പോകുന്നത് കർണാടകയിലേക്കാണ്. 400ഓളം വീടുകൾ ഒരൊറ്റ രാത്രി കൊണ്ട് ഇടിച്ചു നിരത്തിയ കർണാടക സർക്കാരിൻ്റെ നടപടി അത് വലിയ വിവാദമായിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ പല ഭാഗത്തുനിന്ന് ഉന്നയിക്കപ്പെടുമ്പോൾ പുനരധിവാസ നടപടികളിലേക്ക് ഗത്യന്തരമില്ലാതെ കടക്കുകയാണ് കർണാടക സർക്കാർ. ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി അവിടെ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്കിൽ നിന്നും അഭിജിത്ത് KN ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അഭിജിത്ത്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗത്യന്തരമില്ലാതെയാണ് കർണാടക സർക്കാരിന്റെ നടപടി. ഒറ്റ രാത്രി കൊണ്ട് ഒരു മനുഷ്യന്മാരെ ഒരു മേഖല മുഴുവൻ ഒഴിപ്പിച്ചെടുക്കുമ്പോൾ ഇത്തരത്തിൽ വലിയ വിവാദമാകുമെന്നോ വിമർശന വിധേയമാകുമെന്നോ കോൺഗ്രസ് സർക്കാർ കരുതിയിരുന്നില്ല. ഏത് രീതിയിലാണോ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ BJP സർക്കാർ ബുൾഡോസർ രാജ കൊണ്ടുവന്നത്, UP സർക്കാർ ഏത് രീതിയിലാണോ അത് എക്സിക്യൂട്ട് ചെയ്തത്, അതേ രീതിയിൽ തന്നെയാണ് കർണാടകയിൽ സിദ്ധരാമയ്യ സർക്കാർ, കോൺഗ്രസ് സർക്കാർ പാവപ്പെട്ട ജനങ്ങൾക്കെതിരെ, തീർത്തും പാവപ്പെട്ട ജനങ്ങൾക്കെതിരെ അത്തരത്തിലൊരു നടപടിയിലേക്ക് കടക്കുന്നത്. ആ നടപടി എടുക്കുമ്പോൾ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്രയധികം രീതിയിൽ അത് വിമർശിക്കപ്പെടുമെന്ന്. ഏതായാലും ഇന്ന് വൈകിട്ട് യോഗം വിളിച്ചിരിക്കുകയാണ്. പുനരധിവാസം 3000ഓളം ആളുകളുണ്ട്, 400ഓളം കുടുംബങ്ങളിലായി. ഈ 3000ഓളം ആളുകളെ പുനരധിവസിപ്പിക്കാനുള്ള നടപടികളിലേക്കാണോ കടക്കുന്നത്? തീർച്ചയായും മിനിഷ പറഞ്ഞതുപോലെ ഗത്യന്തരമില്ലാതെ തന്നെയാണ് കോൺഗ്രസ് സർക്കാർ, കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ ബുൾഡോസർ രാജൻ കുടിയിറക്കപ്പെട്ടവരെ, യലഹങ്കയിലെ കുടിയൊഴിപ്പിച്ചവരെ പുനരധിവസിപ്പിക്കാൻ തയ്യാറാവുന്നത്. സംഭവം വിവാദമായതോടുകൂടി അടിയന്തര പ്രാധാന്യത്തോടെയാണ് വിഷയത്തിൽ അവർ ഇടപെട്ടത്. തീരുമാനം എന്താന്ന് വെച്ചാൽ ഇടക്കാല പുനരധിവാസം ഉടൻ സജ്ജമാക്കാനാണ് കർണാടക സർക്കാരിൻ്റെ തീരുമാനം. സംഭവത്തിൽ കർണാടക മുഖ്യമന്ത്രി നിർണായക യോഗവും വിളിച്ചിട്ടുണ്ട്. യോഗത്തിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ എന്നിവരും പങ്കെടുക്കും. സംഭവം വിവാദമാകുന്നത് പോലും വളരെ ശ്രദ്ധയാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഒരു എക്സ്പോസ്റ്റാണ് വിഷയം ദേശീയ തലത്തിലേക്കും മറ്റ് യുവജന സംഘടനകളും യുവജനങ്ങളും അത് ഏറ്റെടുക്കേണ്ടി വരുന്നത്. UPയിലെ യോഗി മോഡൽ ബുൾഡോസർ രാജാണോ കർണാടകത്തിൽ അരങ്ങേറിയത് എന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ എക്സിലെ ഒരു ചോദ്യമാണ് വിഷയത്തെ ദേശീയ തലത്തിലേക്ക് വരെ എത്തിച്ചത്. സംഭവത്തിൽ വിവാദമായതോടെ കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ വളരെ രീതിയിൽ പ്രതിരോധിക്കേണ്ട ഒരു അവസ്ഥ പോലും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ചോദ്യത്തോടു കൂടി വന്നിരുന്നു. ഒഴിപ്പിച്ചത് കയ്യേറ്റമാണെന്നാണ് കർണാടക സർക്കാർ പറയുന്നത്. കയ്യേറ്റക്കാർക്ക് എങ്ങനെയാണ് റേഷൻ കാർഡും ആധാർ കാർഡും പോലുള്ള സർക്കാരിൽ നിന്നും ലഭിച്ച രേഖകൾ പോലും കിട്ടിയത് എന്നുള്ള രീതിയിലുള്ള വിമർശനം കൂടി ഉയരുകയാണ് വിനിഷ.